എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഷെയറുകൾ നാളത്തെ ദിവസം നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിന് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് എടുത്തു വച്ചിരിക്കുന്നത്. 15 ഷെയറുണ്ട്. 15 ഷെയർ നമുക്ക് എന്തായാലും ഒരു 6-7 ഷെയർ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് തരും. അപ്പോൾ നമ്മൾ ആ പറയുന്ന രീതി, ഞാൻ എങ്ങനെയാണോ ഷോർട്ട് സെല്ല് ചെയ്യേണ്ടത് ആ രീതി പറയുന്ന വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുതിയതായിട്ട് കാണുന്നവരൊക്കെ അത് കൃത്യമായിട്ട് നോക്കി പഠിച്ചതിന് ശേഷം പേപ്പർ ട്രേഡിങ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങാവൂ. അല്ലാത്തവരെ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ജസ്റ്റ് കാണുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 15 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഷെയർ മാർക്ക് ചെയ്തേക്കുന്ന ഡീപ്പ് ഇൻഡസ്ട്രീസ്, IMF എന്ന് പറയുന്ന ഈ 2 ഷെയറും ആവറേജിനെക്കാട്ടി താഴെയാണ് ക്ലോസിങ്. ഇത് കണ്ടില്ല, ഡീപ്പ് ഇൻഡസ്ട്രീസ് വന്നിട്ട് 305 ക്ലോസിങ്, ആവറേജ് 318 ഇന്നത്തെ. IMFയുടെ ഇന്നത്തെ ക്ലോസിങ് 633, ആവറേജ് 646. അപ്പോൾ ഈ ഷെയറുകൾ ചിലപ്പോൾ ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ നാളെ ട്രേഡ് എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. ചിലപ്പം നല്ല രീതിക്ക് കയറി വരാനും മതി. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈ ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ആവറേജിന് താഴെ സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ ഇതിനകത്ത് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളിൽ ഈ ഹൈടെക് ഗിയർ ശ്രദ്ധിക്കുക. ഇത് ASM ലിസ്റ്റിൽ പോയതാണ്, ഇന്ന് പോയതാണ്. പക്ഷേങ്കിൽ അത് ഇന്ന് നോർമൽ ASM ലിസ്റ്റിൽ പോയ ആ ഷെയറുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ഇറങ്ങിയില്ല. അപ്പോൾ നാളെ മിക്കവാറും നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഷെയർ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയറിനകത്ത്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് വോളിയം ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നവർക്ക് വോളിയം ട്രേഡ് ചെയ്യരുത്. ചെറിയ ചെറിയ വോളിയത്തിൽ ട്രേഡ് എടുക്കാവും ഈ ഷെയറിനകത്ത്. അതുപോലെ ഈ ടൈം ടെക്നോ എന്ന് പറയുന്ന ഷെയർ, അത് ഈ ആവറേജിന് മുകളിൽ പ്രീവിയസ് ഡേയുടെ ഹൈയുടെ മുകളിലോ ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോഴോ എനിക്ക് തോന്നി ഇത് R1 മുകളിൽ പോയിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ടൈം ടെക്നോ, അതുപോലെ സംഗം ഇൻഡസ്ട്രീസ് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ, അതല്ല എങ്കിൽ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഓപ്പണിങ് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി 500 മുകളിൽ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 512 ആ റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതിനകത്ത് ഷോർട്ട് സെൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഫിൻ കേബിൾ വന്നിട്ട് ഇതിൻ്റെ R1 ശ്രദ്ധിച്ച 1000. അപ്പോൾ ഈ 1000 മുകളിൽ പോയിട്ട് ഇതിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയറിനകത്ത്. അതുപോലെ സ്കിപ്പറും ഈ ഹൈയും ഈ R1 ഈ R1 വന്നിട്ട് ഇറങ്ങുന്നതാണ് ഇച്ചിരി നല്ലത്. എന്നാലും ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നത് കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. ട്രൈ ടർബൈൻ ആണെങ്കിൽ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ട്രൈ ടർബൈനകത്ത്. ചാലറ്റ് ഹോട്ടലൊക്കെ നോക്കി ചെയ്യുക. അതിനകത്ത് വോളിയം കുറവുള്ള ഷെയറാണ്. എൻജിനീയേഴ്സ് ഇന്ത്യ അതുപോലെ ഈ ഹൈയും R1 ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ 2 ലെവലും പോയിട്ട് ഈ 2 ലെവലിലും താഴെ വരുമ്പോൾ എൻട്രി എടുക്കുന്നത് നല്ലതായിരിക്കും ആ ഷെയറിനകത്ത്. അതുപോലെ ഈ MFSL ഓപ്പണിങ്ങിൽ ഈ 1010 മുകളിൽ പോയിട്ട് ഈ 1010 1007 താഴെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ IMF അതുപോലെ ശ്രദ്ധിക്കുക. IMF ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് എടുക്കാം. അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഷെയറുകളൊന്ന് MFSL, എൻജിനീയേഴ്സ് ഇന്ത്യ, ഈ ലാൽപത് ലാബ് 2300 മുകളിലൊക്കെ പോയിട്ട് ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നോക്കാം. അതുപോലെ ട്രൈ ടർബൈന്, ഇതൊക്കെ നല്ല വോളിയുള്ള ഷെയറുകളാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ചാൻസ് ഇതിനകത്ത് നോക്കണം. നിങ്ങൾക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനകത്ത് ഈ R1 അലേർട്ട് ചെയ്തിട്ടാൽ മതി. R1 അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആ സമയത്ത് മൂവ്മെൻറ്റ് നോക്കുക. അതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ടോറൻറ്റ് പവറൊക്കെ ഒരു പ്രാവശ്യം
ഇത് ഈ താഴെ ക്ലോസിങ് തന്നേക്കുന്നത് നാളെ വീണ്ടും കയറാനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. പിന്നീട് ഈ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഈ ഷെയറും 113. ഈ ഷെയർ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഹൈ വരാൻ ചാൻസ് കുറവാണ്. ഹൈ അഥവാ വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ R1-ഉം ഹൈയും ഏകദേശം അടുത്ത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ R1-ഉം ഹൈയും അടുത്തടുത്താണെങ്കിൽ അത് രണ്ടിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ച് ഈ 2 ലെവലും താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ ഷെയർ കണ്ടമാനം ഇറങ്ങിപ്പോവും. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ 1-2 ഷെയർ ഇതിനകത്തുണ്ട്. ഒന്നിത്, പിന്നെ ഈ എൻജിനീയേഴ്സ് ഇന്ത്യ, അതുപോലെ ഈ MFS എന്ന് പറയുന്ന ഈ ഷെയർ, ഇതെല്ലാം R1-ഉം ഹൈയും ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് 0.5% താഴെയാണ് ക്ലോസിങ്. എലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ്. ഒരു ബിയറിഷ് ട്രെൻഡിലായിരിക്കും കൂടുതലും ട്രേഡ് നടക്കാൻ പോകുന്നത്. നമുക്ക് കാണുമ്പോഴറിയാമല്ലോ, മിഡ് ക്യാപിലും സ്മോൾ ക്യാപിലും നല്ല രീതിയിൽ മാർക്കറ്റിനകത്ത് കറക്ഷൻ വരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇന്ന് നല്ലതായിട്ട് ഇറങ്ങി വീണ്ടും താഴോട്ടാണ് പോയേക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളായിരുന്നു 18 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് കുറേ ഷെയറുകളാണ്. 7-8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചു തരാം, ഗ്രാഫിൽ കാണിച്ചു തരാം. ഗ്രാഫിൽ കാണിക്കുന്നത് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, പെട്ടെന്ന് ആ ചെയ്യുന്ന രീതി മനസ്സിലാകാൻ വേണ്ടിയാണ്. ശാന്തി ഗിയർ എന്ന് പറയുന്ന ഷെയർ എന്ന് പറയുന്ന ഷെയർ ഫ്ലാറ്റ് ഓപ്പണിങ് ഈ റേഞ്ചിൽ, കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൻ്റെ ആ റേഞ്ചിൽ അടുത്ത് ഓപ്പണായി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ബ്ലാക്ക് കളർ കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണ്, ആ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം ഹൈയുടെ താഴെ ഇറങ്ങി. നമ്മൾ നേരെ എന്തോ ചെയ്യും, ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ ഒരു 559 എൻട്രി എടുത്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ 543 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ 559-43 എന്ന് പറയുമ്പോൾ ഏകദേശം 16 രൂപ, 15-16 രൂപയ്ക്ക് അടുത്ത് ചാൻസ് വരുന്നുണ്ട്. വീണ്ടും അത് തിരിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് തിരിച്ചിറങ്ങുന്നതാണ് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരെയുള്ളൂ, 4 രൂപയുടെ റിസ്കേ ഉള്ളൂ. ഇവിടെ വീണ്ടും എടുത്താൽ വീണ്ടും നമുക്ക് അതുപോലെ തന്നെ താഴെ വരുന്നുണ്ട്. ഏകദേശം 10-12 രൂപ നല്ല രീതിയിൽ താഴെ വരുന്നുണ്ട്. അതിനുശേഷം കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു. പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, നേരെ കയറി R1 അടിച്ചു. R1 അടിച്ചിട്ട് ഇറങ്ങുന്ന ഈ സമയത്ത് 1286 നമ്മൾ എൻട്രി കൊടുക്കുക. 91-ൻ്റെ സ്റ്റോപ്പ് ലോസ്, 4 രൂപയുടെ സ്റ്റോപ്പ് ലോസ് എടുത്തായിരുന്നെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1245 രൂപ ഇവിടെയും പ്രോഫിറ്റ് നല്ല രീതിയിൽ തരുന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിറയെ ഇവിടെ എത്ര 11 മണി തൊട്ട് 1:35 വരെ ആ സെയിം റേഞ്ചിൽ കിടന്ന് ഒരു രക്ഷയില്ലാത്ത രീതി ട്രേഡ് എടുത്തിട്ട് ഇവിടെ അടിച്ചിട്ട് വെക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് വന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഇവിടെ ലാസ്റ്റ് ടൈമിൽ ഇവിടുന്ന് വീണ്ടും അടിച്ച് താഴെ പോവുക ചെയ്ത്. ഇവിടുന്ന് 1258 എന്നും അത് 1221 ഇവിടെ അടിച്ചു വെച്ചവർക്ക് നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുക. ക്ലോസിങ് ടൈം വരെ നല്ല രീതിയിൽ പോകുമോ ഇല്ലെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പോയെങ്കിൽ ഓക്കെ, നല്ല റിസ്ക് എടുക്കുന്നവർക്കാണെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിനുശേഷം സ്വാൻ എനർജി ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി. R1 പോയില്ല. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 668 എൻട്രി എടുത്താൽ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് 648 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ 20 രൂപ റേഞ്ചിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുദർശൻ കെമിക്കൽ, അത് ഇതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തു. നോക്കിയേ, 625 എന്നത് 10 മിനിറ്റ് കൊണ്ട് തന്നെ 595 വരെ വരുന്നുണ്ട്. 30 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം
ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ. ഡീപ്പ് ഇൻഡസ്ട്രീസ് നോക്കിയാൽ വൺ സൈഡ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2ൻ്റെ മുകളിൽ ഇവിടം വരും. ഇപ്പോൾ R3 പോകാതെ തിരിച്ച് ഇവിടെ പോയി ഇവിടെ ഇറങ്ങും. ഇവിടെ 317 ഇറങ്ങുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയാണ്ട് ക്വാണ്ടിറ്റി കുറച്ച്, ഞാനെപ്പോഴും പറയുന്ന പോലെ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കും. ഇവിടുന്ന് 316 എന്നത് ലാസ്റ്റിലത് 301 വരെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഏത് ലെവലാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ ലെവലിന് താഴെ വെച്ച് നമ്മൾ സെല്ല് കൊടുക്കും. നോർമൽ അതിൻ്റെ അതുവരെ വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കും. ഹൈ ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മുടെ റിസ്കിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങും അതുപോലെ നാളെ ചെയ്യാനുള്ള ഷെയർസ് എല്ലാം. ഓൾറെഡി ഞാൻ കാണിച്ച ഈ ഷെയറുകൾ തന്നെ 15 ഷെയർ. ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് എന്തായാലും ഒരു 5-6 ഷെയറെ കിട്ടും. അത് നോക്കിയിരുന്ന് ലെവലുകൾ വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. അല്ല ഹെവി മൂവ്മെൻറ്റ് വരുമ്പോൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. മൂവ്മെൻറ്റൊക്കെ വലിയത് കുഴപ്പമില്ലാത്ത ഇതിൽ നിന്ന് പതുക്കെയാണ് ഷെയറുകൾ ഇറങ്ങുന്നതെങ്കിൽ ആ പതുക്കെ ഇറങ്ങുന്ന സമയത്ത് ലെവൽ കട്ട് ചെയ്യുമ്പോൾ അന്നേരം എൻട്രി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.